നമസ്കാരം, രാവികയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ സ്ത്രീകൾ രുദ്രാക്ഷം ധരിക്കാമോ ഇല്ലയോ അതിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ വീഡിയോ സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ സമയമെടുത്തിട്ട് വേണം ഈ വീഡിയോ ക്ഷമയോടെ കേട്ടിരിക്കാൻ. സ്കിപ്പ് ചെയ്യാതെ വേണം ഈ വീഡിയോ കാണാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പോയിൻറ്റ്സ് ചിലപ്പോൾ മിസ്സാവും. അപ്പോൾ ഫുള്ളൊരു ഐഡിയ കിട്ടില്ല. ഇനി നമ്മളൊരു ചെറിയൊരു ഇൻട്രോ വീഡിയോയിലാണ് പോണത്. രുദ്രാക്ഷം എന്താണ് എന്നുള്ളതിനെ കുറിച്ചാണ്. രുദ്രാക്ഷത്തിനെക്കുറിച്ച് നമുക്ക് ഏവർക്കും പരിചിതമാണല്ലോ. ഒരിക്കൽ മഹാദേവൻ ധ്യാനത്തിലിരിക്കുകയായിരുന്നു. ധ്യാനം സംവത്സരങ്ങൾ നീണ്ടുപോയി. ഒടുവിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിന് ചാഞ്ചല്യം ഉണ്ടാവുകയും കണ്ണുകളിൽ നിന്ന് അശ്രുക്കൾ പൊഴിയുകയും ചെയ്തു. ആ അശ്രുകണങ്ങൾ ഭൂമിയിൽ പതിച്ച് രുദ്രാക്ഷമരങ്ങൾ ആയിത്തീരുകയായിരുന്നു. ആ രുദ്രാക്ഷമരങ്ങളിൽ നിന്ന് ചെറിയ വിത്തുകൾ ഉണ്ടാവുകയും അവ രുദ്രാക്ഷമായി പരിണമിക്കപ്പെടുകയും ചെയ്തു എന്നതാണ് ഐതിഹ്യം. രുദ്രം എന്നാൽ രുദ്രദേവനെയും, രുദ്രദേവൻ എന്നത് മഹാദേവനാണ്. അക്ഷം എന്നാൽ നേത്രം എന്നുമാണ്. രുദ്രദേവൻ്റെ നേത്രത്തിൽ നിന്നും വീണ കണ്ണുനീർത്തുള്ളിയാണ് രുദ്രാക്ഷമായി അറിയപ്പെടുന്നത്. ഇപ്പം രുദ്രാക്ഷം എന്ന് കേട്ടാൽ അപ്പോൾ തന്നെ ഒരു സന്യാസിമാർ യൂസ് ചെയ്യുന്ന ഒരു സംഭവം, അല്ലെങ്കിൽ അത് നമ്മുടെ വീട്ടിൽ നമുക്ക് യൂസ് ചെയ്യാൻ പാടില്ല, അങ്ങനത്തെ ഒരു രീതിയാണ് എപ്പോഴും രുദ്രാക്ഷത്തെ നമ്മൾ ഒരു ഭയത്തോടെയാണ് എപ്പോഴും കണ്ടുവരുന്നത്. ശിവഭഗവാന്റെ തന്നൊരു അനുഗ്രഹമാണെന്ന് നമുക്കറിയാം. എന്നാലും നമ്മളെപ്പോഴും അതൊരു ഭയത്തോടെയാണ്, നമ്മൾ സ്ത്രീകളായാലും പുരുഷന്മാരായാലും അത് എപ്പോഴും മാറ്റിവെക്കും. ഇപ്പോൾ ധരിക്കേണ്ട, നമ്മൾ നോൺ വെജൊക്കെ കഴിക്കുന്നതല്ലേ, പിന്നെ ശുദ്ധി നോക്കണം എന്നൊക്കെ. അപ്പം ആ ഭയമൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് അതിൻ്റെ ഗുണങ്ങളും അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസൊക്കെ നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ഈസി ആവും കാര്യങ്ങൾ. അപ്പോൾ അതിൽ ഓരോ റൂളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തെ റൂൾ എന്തെന്ന് പറഞ്ഞാൽ, ഒരാൾ ഇപ്പം നമ്മുടെ ഒരു രുദ്രാക്ഷം നമ്മൾ ധരിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് ബ്രേസ്ലെറ്റ് ആയിക്കോട്ടെ മാല ആയിക്കോട്ടെ, അത് വേറൊരാൾ സ്പർശിക്കാൻ പാടില്ല. അത് വേറൊരാൾക്ക് നമുക്ക് കൊടുക്കാനും പാടില്ല, അയാൾ ധരിക്കാനും പാടില്ല. അത് ആരും സ്പർശിക്കാത്ത രീതിയിൽ വേണം നമ്മളത് സൂക്ഷിക്കാൻ. പിന്നെ രണ്ടാമത്തെ റൂള്, നമ്മളത് ധരിച്ചുകൊണ്ട് ബാത്റൂമിൽ പോകരുത്, ടോയ്ലറ്റ്സ് ഒന്നും യൂസ് ചെയ്യരുത്. അത് എവിടെയെങ്കിലും ശുദ്ധിയായ ഉള്ളൊരു സ്ഥലത്ത്, ഇപ്പോൾ നമ്മുടെ പൂജാമുറി പോലെ ശുദ്ധിയായ ഒരു സ്ഥലത്ത് വേണം നമ്മളത് ഊരി വെച്ചിട്ട് ടോയ്ലറ്റ് യൂസ് ചെയ്തിട്ട് പിന്നെ നമുക്കത് ധരിക്കാം. അപ്പം ഊരി വെച്ചല്ലോ എന്നുള്ളൊരു വിഷമവും ഇല്ല, നമുക്ക് പിന്നെ തിരിച്ച് വന്നിട്ട് ധരിക്കുകയും ചെയ്യാം. പിന്നെ നോക്കുന്നത്, എവിടെയെങ്കിലും ഒന്ന് മരണം സംഭവിച്ചു അവിടെ പോവാണ്, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു കുട്ടി ജനിച്ചു അപ്പോൾ അവരെ കാണാൻ ഹോസ്പിറ്റലിൽ പോവാണ്, അങ്ങനെയൊക്കെയുള്ള സമയത്ത്, അവിടെ പെലയ അങ്ങനെയൊക്കെയുള്ള സമയത്തൊക്കെ നമ്മൾ രുദ്രാക്ഷം ധരിക്കാൻ പാടില്ല എന്നും പറയാറുണ്ട്. പെലയുള്ള സ്ഥലത്തും മരണം നടന്ന സ്ഥലത്തും കുട്ടി ജനിച്ച സ്ഥലത്തൊക്കെ എനർജി വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ രുദ്രാക്ഷം ധരിച്ച് അവിടെ പോവാതിരിക്കുക. പിന്നെ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ രുദ്രാക്ഷം ഊരി വെച്ച്, നല്ലൊരു ശുദ്ധിയുള്ള സ്ഥലത്ത് ഊരി വെച്ച് വേണം നമ്മൾ ഉറങ്ങാൻ. പിന്നെ കുളിക്കുന്ന സമയത്തും രുദ്രാക്ഷം ധരിച്ച് കുളിക്കാൻ പാടില്ല. സോപ്പും ഷാമ്പും ഒന്നും അതിനെ സ്പർശിക്കാൻ പാടില്ല. പിന്നെ നോൺ വെജ് കഴിക്കുമ്പോഴും രുദ്രാക്ഷമിട്ട് നോൺ വെജ് കഴിക്കാൻ പാടില്ല. ഇതൊക്കെ എന്തുകൊണ്ടാണ് എന്ന് ഞാൻ ഇനിയും വീഡിയോയിൽ കുറച്ചൊന്ന് വിശദീകരിച്ച് പറയാം. പിന്നെ പീരീഡ്സ് ഉള്ള സമയത്തും രുദ്രാക്ഷം ധരിക്കാൻ പാടില്ല. ഇത്ര ഒരു കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് രുദ്രാക്ഷം എന്നും ജീവിതത്തിൽ ഒരു പ്രൊട്ടക്ഷനായിട്ട് നിങ്ങൾക്കുണ്ടാവും. രുദ്രാക്ഷം ശുദ്ധി വേണം എന്നൊക്കെ പറയുന്നതിൽ യാതൊരുവിധ തർക്കവും ഇല്ല. നല്ല ശുദ്ധിയോടെ വേണം, നല്ല ബഹുമാനത്തോടെ, നല്ല സ്നേഹത്തോടെ വേണം നമ്മൾ രുദ്രാക്ഷത്തെ കാണാൻ. ഇപ്പം പീരീഡ്സ് ഉള്ള സമയത്ത് സ്ത്രീകൾ ധരിക്കാമോ ഇല്ലയോ, അല്ലെങ്കിൽ പീരീഡ്സ് ഉള്ള സ്ത്രീകൾ ആ ഒരു ഏജ് കാറ്റഗറി, പീരീഡ്സ് വരുന്ന കുട്ടികൾ തൊട്ട് സ്ത്രീകൾ വരെ രുദ്രാക്ഷം ധരിക്കാമോ ഇല്ലയോ എന്നാണ് പലരുടെയും ഒരു സംശയം. അപ്പോൾ ഞാൻ പറയട്ടെ, ഇപ്പോൾ പീരീഡ്സ് റെഗുലറായിട്ട് വരുന്നവരുമുണ്ട്, ഇറഗുലറായിട്ട് വരുന്നവരുമുണ്ട്. ഇപ്പോൾ സ്ത്രീകൾക്ക് മാസത്തിൽ കുറച്ച് ദിവസങ്ങളാണ് ആർത്തവം വരുന്നത്. അത്
മാറി നിൽക്കുന്ന ഒരു 4 ദിവസമോ 7 ദിവസമോ, അത് നിങ്ങളുടെ കാരണവരന്മാർ നിങ്ങൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. 4 ദിവസമാണ്, 7 ദിവസമാണ് 4 ദിവസത്തെ കുളി. അതിൻ്റെ ഒരു ചിട്ട നിങ്ങൾക്കറിയാം. ഇത് ഞാൻ റെഗുലറായിട്ട് പീരീഡ്സ് വരുന്ന ആൾക്കാർക്കാണ് പറഞ്ഞു തരുന്നത്. ആ സമയത്ത് നിങ്ങൾ അമ്പലത്തിലൊന്നും പോവില്ല, പൂജാമുറിയിൽ തൊടില്ല ഇല്ലേ. പക്ഷെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അമ്പലത്തിൽ പോവാറുണ്ടല്ലോ, നിങ്ങളുടെ പൂജാമുറിയിൽ വിളക്കൊക്കെ കൊളുത്താറുണ്ടല്ലോ. അതുപോലെ തന്നെ രുദ്രാക്ഷവും നമുക്ക് അതുപോലെ തന്നെ യൂസ് ചെയ്യാം. നമ്മൾ ആർത്തവം ഇപ്പോൾ നാളെയോ മറ്റന്നാളെയോ, ഇപ്പോൾ എല്ലാ സ്ത്രീകൾക്കും അവരുടെ പീരീഡ്സിൻ്റെ ഡേറ്റ് അറിയായിരിക്കും. നാളെ വരുമെന്നോ മറ്റന്നാളോ വരുമെന്നോ അവർക്കറിയാം. പക്ഷേ ഒരു ഡൗട്ട് ഉണ്ട്, ഇന്നെങ്ങാനും വന്നാലോ അല്ലെങ്കിൽ നാളെ എങ്ങാനും വന്നാലോ ഒരു ഡൗട്ട് ഉണ്ട്. അത് നമുക്ക് കൃത്യമായിട്ട് പറയാനും പറ്റില്ല. അങ്ങനത്തെ ഒരു സാഹചര്യമാണെങ്കിൽ ഇന്ന് രാവിലെ ഇപ്പോൾ കുളി കഴിഞ്ഞ് നമ്മൾ രുദ്രാക്ഷം ധരിക്കുക, നമ്മുടെ വിളക്കൊക്കെ കൊളുത്തി നമ്മുടെ കുറച്ച് ജോലിയൊക്കെ ചെയ്ത് 1-2 മണിക്കൂർ രുദ്രാക്ഷം ധരിച്ചിട്ട് നമ്മളത് ശുദ്ധിയുള്ള സ്ഥലത്ത് മാറ്റി വയ്ക്കുക. അത് കഴിഞ്ഞ് ഇൻ കേസ് ഇപ്പോൾ ഇന്നായില്ല, നാളെ രാവിലെ എണീറ്റ് നമുക്ക് പിന്നെയും വീണ്ടും ഇടാം. രുദ്രാക്ഷമാലയോ ബ്രേസ്ലെറ്റോ നമുക്കിടാം, കുറച്ചൊന്ന് ജപിക്കുകയൊക്കെ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് രുദ്രാക്ഷമാല മാറ്റി വെച്ച് പിന്നെ നമ്മുടെ ആർത്തവം അതിൻ്റെ കുളിയെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെയും രുദ്രാക്ഷം ധരിക്കാം. നമ്മളേതായാലും ആർത്തവം കഴിഞ്ഞാൽ നമുക്കറിയാം എപ്പോൾ നമുക്ക് അമ്പലത്തിൽ പോവാം, എപ്പോൾ നമുക്ക് പൂജാമുറി തൊടാം, എപ്പോൾ നമുക്ക് വിളക്ക് കൊളുത്താം, എല്ലാം നമുക്കറിയാം. ആ ഒരു രീതി തന്നെ നമുക്ക് രുദ്രാക്ഷത്തെ ഫോളോ ചെയ്താൽ മതി. ഇനി ഇറഗുലറായിട്ട് പീരീഡ്സ് വരുന്നവർക്ക്, ഇപ്പോൾ റെഗുലറായിട്ട് വരുന്നവർക്ക് അറിയാം എത്ര ദിവസം കൊണ്ട് പീരീഡ്സ് വരും, എത്ര ദിവസം കൊണ്ട് തീരും. അപ്പോൾ അവർക്കൊരു റെഗുലറായിട്ട് രുദ്രാക്ഷം യൂസ് ചെയ്യാൻ മാറ്റി വയ്ക്കാം. അതൊക്കെ അവർക്ക് അവരുടെ ചിട്ടയോടെ അവർക്ക് പോവാം. പക്ഷേ ഇറഗുലറായിട്ടാണ് പീരീഡ്സ് വരുന്നവർക്ക് രാവിലെ എണീക്കുക. എന്നും ശ്രദ്ധിക്കുക, രാവിലെ എണീറ്റ് കുളിച്ചതിന് ശേഷം പൂജാമുറിയിൽ നിങ്ങൾ വെളുക്ക് കൊളുത്താനൊക്കെ പോകുമ്പോൾ വേണം ഈ രുദ്രാക്ഷം ധരിക്കാൻ. രുദ്രാക്ഷം ധരിച്ച് കുറച്ച് വിഭൂതി ഭസ്മം ഒക്കെ തൊട്ട് ഒന്ന് ജപിച്ചൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും കിട്ടുന്നത്. എപ്പോഴും രുദ്രാക്ഷം ഒരു ദിവസം അങ്ങനെ വേണം ഇട്ട് തുടങ്ങാൻ. അപ്പോൾ ഇറഗുലറാണ് പീരീഡ്സ് എങ്കിൽ എന്നും രാവിലെ ഇതുപോലെ ഇടുക. 1 മണിക്കൂറോ 2 മണിക്കൂറോ ഇട്ട് കഴിഞ്ഞ് അത് ശുദ്ധിയുള്ള സ്ഥലത്ത് മാറ്റി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് അത് പിന്നെ അന്ന് വൈകുന്നേരം നിങ്ങൾക്ക് പീരീഡ്സ് ആയില്ല എങ്കിൽ അത് ധരിക്കാം. പിന്നെ അപ്പോൾ കുറച്ച് ദിവസം, ഒരു ദിവസം ഒരു 1 മണിക്കൂറോ 2 മണിക്കൂറോ എങ്കിലും നിങ്ങൾ ധരിക്കാൻ ശ്രമിക്കുക. കാരണം രുദ്രാക്ഷം ധരിക്കുന്നതിലൂടെ നിങ്ങളുടെ ഹോർമോണൽ ഇംബാലൻസസ് എല്ലാം മാറും, ഹോർമോൺ എല്ലാം ശരിയാകും. ഇറഗുലർ പീരീഡ്സ് റെഗുലർ ആവാൻ സഹായിക്കുന്നതാണ്. ഇത് അനുഭവസ്ഥർ പറഞ്ഞ കഥ തന്നെയാണ്, ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. ഇത് ധരിച്ച് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുമ്പോൾ നിങ്ങൾ എന്നെ അറിയിക്കണം. പീരീഡ്സ് സ്ത്രീകൾക്ക് എല്ലാ മാസവും വരുന്ന ഒരു കാര്യമാണ് ഇല്ലേ. പീരീഡ്സ് തുടങ്ങണേന് ഒരു 2-3 ദിവസം മുമ്പ് ചില സ്ത്രീകൾക്ക് കുറച്ച് കഷ്ടതകളൊക്കെ വരാറുണ്ട് ഇല്ലേ. പെട്ടെന്ന് ദേഷ്യം വരും, കരച്ചിൽ വരും. കുറേ സ്ത്രീകൾ എൻ്റെ അടുത്ത് അത് പറഞ്ഞിട്ടുണ്ട്, അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങൾ വരുന്നുണ്ടെന്ന്. അപ്പോൾ ഈ രുദ്രാക്ഷമാല ഇട്ട് ശീലിക്കുന്നവരാണെങ്കിൽ അതിലൊക്കെ നല്ല മാറ്റം ഉണ്ടാവും. പീരീഡ്സിൻ്റെ പെയിന് കുറയാനും എല്ലാ മാസവും പീരീഡ്സ് വരുന്നതൊന്നും സ്മൂത്തായി പോവും. ഇത്ര കഷ്ടതകളൊന്നും ആ സമയത്ത് ഉണ്ടാവില്ല. ഇപ്പോൾ രുദ്രാക്ഷം നമ്മൾ ഇന്നിട്ടു എന്ന് പറഞ്ഞ് നാളെ തന്നെ ഫലം കിട്ടണം എന്നില്ല. അത് എന്നും ഇടുക, ആ രീതി ഫോളോ ചെയ്യുക, റൂൾസ് ഫോളോ ചെയ്യുക, ജപിക്കാൻ ശ്രമിക്കുക. രുദ്രാക്ഷം എന്നും ഇട്ട് ശീലിച്ചാൽ നമുക്ക് അതുള്ളൊരു പേടി മാറും. അത് നമ്മുടെ വീട്ടുകാർക്കും അതിൻ്റെ ഒരു പോസിറ്റീവ് എനർജി കിട്ടും. ആദ്യം നമ്മുടെ വീട്ടുകാർ പറയും വേണ്ട ഇടണ്ട, സ്ത്രീയല്ലേ ശുദ്ധി നോക്കണ്ടേ എന്നൊക്കെ. അപ്പോൾ അവരോട് ഈ കാര്യം അങ്ങ് പറയാം. പൂജാമുറിയിൽ തൊടുന്നതും വിളക്ക് വയ്ക്കുന്നതും അമ്പലത്തിൽ പോകുന്നതും ഒക്കെ നിങ്ങൾ ചെയ്യുന്നില്ലേ, അതുപോലെ രുദ്രാക്ഷം അതുപോലെ കൺസിഡർ ചെയ്താൽ മതി. പീരീഡ്സുള്ള സമയത്ത് മാറ്റി വയ്ക്കുന്നതും പിന്നെ ഇത് ധരിക്കുന്നതും അങ്ങനെ ഒരു 2-3 മാസം ആകുമ്പോഴത്തേക്കും നിങ്ങളുടെ ഉള്ളിലെ തന്നെ ഒരു പോസിറ്റീവ് ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്ക് തന്നെ കാണാം. പിന്നെ ഇത് ഡിപ്രഷനിലൊക്കെ ഫൈറ്റ് ചെയ്യാൻ സഹായിക്കും. നിങ്ങൾക്ക് ജോലി സ്ഥലത്താണെങ്കിൽ നല്ലൊരു കോൺഫിഡൻസ് കിട്ടും. പ്രത്യേകിച്ച് എനിക്ക് എടുത്തു പറയുന്ന ഒരു കാര്യമാണ് ഈ നമ്മുടെ ഹോർമോണൽ ഇംബാലൻസ്. അതിനെയൊക്കെ ഒത്തിരി സഹായിക്കും. പീരീഡ്സിൻ്റെ മുമ്പുള്ള ആ ഒരു ഡിപ്രഷൻ പോലത്തെ ഇത് പിന്നെ പീരീഡ്സ് പറഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര സ്മൂത്തായിരിക്കും. പിന്നെ നിങ്ങൾക്ക് വിഷമോ ആവശ്യമില്ലാത്ത കരച്ചിലോ ഒന്നും ഉണ്ടാവില്ല. പീരീഡ്സൊക്കെ അങ്ങനെ സ്മൂത്തായി
വന്നു പോകും. ഇനി നോൺ വെജ് കഴിക്കുമ്പോൾ രുദ്രാക്ഷം ധരിക്കാമോ ഇല്ലയോ, അതാണ് വേറൊരു സംശയം. രുദ്രാക്ഷം ധരിച്ചുകൊണ്ട് നോൺ വെജ് കഴിക്കാതിരിക്കുകയായിരിക്കും നല്ലത്. നിങ്ങളത് രുദ്രാക്ഷം മാറ്റി ശുദ്ധമുള്ളൊരു സ്ഥലത്ത് മാറ്റി വെച്ചു, എന്നിട്ട് നോൺ വെജ് കഴിക്കണമായിരിക്കും നല്ലത്. അപ്പോൾ ഈ നോൺ വെജ് കഴിക്കുമ്പോൾ രുദ്രാക്ഷം ധരിക്കാൻ പാടില്ല, ബാത്റൂം യൂസ് ചെയ്യുമ്പോൾ രുദ്രാക്ഷം ധരിക്കാൻ പാടില്ല, പീരീഡ്സ് വരുമ്പോൾ രുദ്രാക്ഷം ധരിക്കാൻ പാടില്ല എന്നൊക്കെ പറയണത് ആ രുദ്രാക്ഷത്തെ നമ്മൾ കൊടുക്കുന്നൊരു ബഹുമാനമാണ്. അതാണ് മെയിനായിട്ട് നമ്മൾ അതിനെ കൊടുക്കുന്ന ഒരു ബഹുമാനവും ആ ഒരു ആദരവുമാണ്. നമ്മൾ ഇങ്ങനെ ഒരു ഇത്ര കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ആ രുദ്രാക്ഷം മാറ്റി വെച്ച് ഒരു ശുദ്ധിയായ ഒരു സ്ഥലത്ത് മാറ്റി വെച്ചിട്ട് ആണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ നോൺ വെജ് കഴിക്കുകയാണെങ്കിൽ ഞാനൊരു സജഷൻ പറയാം. രാവിലെ കുളിച്ച് കഴിഞ്ഞ് രുദ്രാക്ഷം ധരിച്ച് കുറച്ച് നേരം ഒന്ന് ജപിക്കുക, എന്തെങ്കിലും ചെയ്യുക. 1-2 മണിക്കൂർ ഇട്ടതിന് ശേഷമാണ് നിങ്ങൾ നോൺ വെജ് കഴിക്കണമെങ്കിൽ രുദ്രാക്ഷമാല അന്ന് ഒരു 2 മണിക്കൂറൊക്കെ ഇട്ടിട്ട് മാറ്റി വെക്കുക. ശുദ്ധിയുള്ള സ്ഥലത്ത് മാറ്റി വെച്ചതിന് ശേഷം നോൺ വെജ് കഴിക്കുക. പിന്നെ അന്നത്തെ ദിവസം രുദ്രാക്ഷമാല ഇടാതിരിക്കാൻ നോക്കുക. പിന്നെ അടുത്ത ദിവസം കുളി കഴിഞ്ഞിട്ട് രുദ്രാക്ഷമാല ഇടാൻ നോക്കുക. പിന്നെ നമ്മുടെ ജീവിതത്തിൽ രുദ്രാക്ഷമാല ഒരു ദിവസം കുറച്ച് മണിക്കൂറുകൾ കൂടെ ഇടാനുള്ള സാഹചര്യം നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഊരി വെക്കുന്നതിനെക്കാട്ടിലും നോൺ വെജ് കഴിക്കണം, ഇത് ചെയ്യണം എന്നൊക്കെ ഒരു സാഹചര്യം നമ്മൾ കുറച്ച് രുദ്രാക്ഷമാല കുറച്ചും കൂടെ ധരിക്കാൻ, മണിക്കൂറുകൾ കുറച്ചൊന്ന് ധരിക്കാനുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. പിന്നെ എപ്പോഴും രുദ്രാക്ഷം എന്ന് കേൾക്കുമ്പോൾ ഒരു സന്യാസിമാരായിട്ടുള്ള ഒരു ബന്ധമാണ് എപ്പോഴും നമുക്ക് ഓർമ്മ വരുന്നത്. നമ്മൾ രുദ്രാക്ഷം ധരിച്ച് പുറത്തു പോകുമ്പോഴും ആൾക്കാർ ചിലപ്പോൾ നമ്മളെ കളിയാക്കുമായിരിക്കും. ആ രുദ്രാക്ഷം ഇട്ടല്ലോ, സന്യാസിയാവാൻ പോവാണോ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ കുറേ വിധത്തിൽ കളിയാക്കും. കളിയാക്കുന്നവർ കളിയാക്കിക്കോട്ടെ, അല്ലെങ്കിൽ പറയും ഓ അതൊക്കെ ശുദ്ധി വേണം, നീ എന്തിനാ അതൊക്കെ ഇടുന്നേ, ആര് പറഞ്ഞു നിൻ്റെ അടുത്ത് ഇടാൻ, അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളും ആൾക്കാർക്ക് തോന്നും. അതൊക്കെ അവരുടെ പ്രശ്നമാണ്, അതൊക്കെ അവരങ്ങനെ പറഞ്ഞു നടക്കട്ടെ, നമ്മളതൊന്നും കാര്യമാക്കണ്ട. നമ്മൾക്ക് അതിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടണമെങ്കിൽ നമ്മൾ രുദ്രാക്ഷം ഇട്ടേ പറ്റൂ. സന്യാസിയാണോ എന്ന് ചോദിച്ച് അവർ കളിയാക്കുകയാണെങ്കിൽ കളിയാക്കിക്കോട്ടെ, അവർക്കതിൻ്റെ ബെനിഫിറ്റ്സ് അറിയില്ലല്ലോ, അതുകൊണ്ടായിരിക്കുമല്ലോ അവർ കളിയാക്കുന്നത്. രുദ്രാക്ഷം ധരിച്ച ആൾ, രുദ്രാക്ഷത്തിൻ്റെ ബെനിഫിറ്റ്സ് അറിയാവുന്ന ആൾ വേറൊരു രുദ്രാക്ഷം ധരിച്ച ആളെ ഒരിക്കലും കളിയാക്കില്ല. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. രുദ്രാക്ഷത്തെ ബെനിഫിറ്റ്സ് അറിയാത്ത ആൾക്കാർക്കാരും ഈ ഒരു സംശയവും ഈ ഒരു കളിയാക്കലും അപ്പോൾ അത് നിങ്ങളതത്ര കാര്യമാക്കി എടുക്കണ്ട. പിന്നെ എപ്പോഴും രുദ്രാക്ഷം പറയുമ്പോൾ എപ്പോഴും ഒരു സന്യാസിമാർ ഇടുന്ന ഒരു വസ്തുവായിട്ടാണ് രുദ്രാക്ഷത്തെ കാണുന്നത്. അതെന്താണെന്ന് വെച്ചാൽ സന്യാസിമാർക്ക് അതിൻ്റെ ഗുണങ്ങൾ നല്ലവണ്ണം അറിയാം. അവർക്ക് ആ ഗുണങ്ങൾ കിട്ടിയിട്ടും ഉണ്ടായിരിക്കും, അവർക്ക് ആ ഗുണങ്ങൾ നല്ലവണ്ണം അറിയാം. അവർ ആ രുദ്രാക്ഷത്തിൻ്റെ എല്ലാ ബെനിഫിറ്റ്സും അറിഞ്ഞവരും അവിടുത്തെ ആ പോസിറ്റീവ് എനർജിയും എല്ലാം ഉൾക്കൊണ്ടിട്ടായിരിക്കും അവർ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് അവർ രുദ്രാക്ഷം ഇത്ര ജീവിതത്തിൽ ഇങ്ങനെ ഉൾക്കൊണ്ട് തന്നെ ജീവിക്കുന്നത്. അല്ലാണ്ട് രുദ്രാക്ഷം ധരിച്ച ഒരു സന്യാസിയായി ഹിമാലയത്തിൽ പോയി തപസ്സിരിക്കുന്നു, അതാണ് രുദ്രാക്ഷം എന്ന് നിങ്ങൾ കരുതരുത്. അവർക്ക് അതിൻ്റേതായ ആ ഗുണങ്ങൾ അറിയാവുന്നതുകൊണ്ടാണ് അവർ ആ രുദ്രാക്ഷം ഇത്ര ജീവിതത്തിൽ ഉൾക്കൊണ്ട് ജീവിക്കുന്നത്. അതിൻ്റെ മെയിൻ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ സന്യാസിമാർ എപ്പോഴും ട്രാവൽ ചെയ്യുമായിരിക്കും ഇല്ലേ, ഓരോ സ്ഥലത്തു നിന്നും മറ്റേ സ്ഥലത്തു നിന്നും ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അവർക്ക് കിട്ടുന്ന വെള്ളമോ അല്ലെങ്കിൽ ഫുഡ് ഒക്കെ അത് പോയ്സൺ ആണോ ഇല്ലയോ എന്ന് അവർക്കറിയില്ല. ഇപ്പോൾ ഏതെങ്കിലും ഒരു നദിയിലായിരിക്കും അവർക്ക് വെള്ളം ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കുന്നത്. ആ വെള്ളത്തിൽ എന്തെങ്കിലും വിഷാംശം കലർന്നിട്ടുണ്ടോ എന്ന് അവർക്ക് എങ്ങനെ അറിയാൻ പറ്റും? അറിയാൻ പറ്റില്ല. അപ്പോൾ ഈ രുദ്രാക്ഷമാല അതിൻ്റെ മേളിൽ അവരിങ്ങനെ പിടിക്കും. അത് ക്ലോക്ക് വൈസ് ആയിട്ടാണ് കറങ്ങണമെങ്കിൽ അതിൽ പോയ്സൺ ഒന്നുമില്ല. അഥവാ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് രുദ്രാക്ഷമാല കറങ്ങുന്നെങ്കിൽ അതിൽ പോയ്സൺ ഉണ്ടാവും. ഇതാണ് ഒരു മെയിൻ ഒരു കാര്യം അവർ രുദ്രാക്ഷമാല കൊണ്ടു നടക്കുന്നത്. പിന്നെ അവരുടെ ഓറ പ്രൊട്ടക്റ്റ് ചെയ്യും. പിന്നെ അവർക്ക് ഒത്തിരി പോസിറ്റീവ് എനർജി കിട്ടും. പിന്നെ ഈ ട്രാവൽ ചെയ്യുമ്പോൾ കുറേ നെഗറ്റീവ് എനർജി വരാം, നമ്മുടെ ഓറയൊക്കെ മാറാം. അപ്പോൾ ഈ രുദ്രാക്ഷം ഇടുമ്പോൾ അവർക്കൊരു കൊക്കൂൺ പോലെയാണ്, അവരെ നല്ലോണം അത് സംരക്ഷണം ചെയ്യും. അതൊക്കെ അതിൻ്റെ ബെനിഫിറ്റ്സ് നല്ലോണം അറിയാവുന്നവരാണ് അവർ. അതുകൊണ്ടാണ് അവർ രുദ്രാക്ഷം എപ്പോഴും അവരുടെ കൂടെ കരുതുന്നത്. ഇപ്പോൾ രുദ്രാക്ഷം നമുക്ക് രുദ്രാക്ഷ ബീഡ്സ് ആയിട്ട് കിട്ടാം,
മാലയായിട്ട് കിട്ടാം, ബ്രേസ്ലെറ്റായിട്ട് കിട്ടാം. നമ്മൾ മേടിച്ചതായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഗുരുക്കന്മാർ തന്നതായിരിക്കാം. എങ്ങനെ വേണമെങ്കിലും ആയിക്കോട്ടെ, ആദ്യം നമുക്ക് രുദ്രാക്ഷം കിട്ടുമ്പോൾ അതിൻ്റെ കണ്ടീഷനിങ് ആൻഡ് എനർജൈസിങ് എന്നുള്ളൊരു പ്രോസസ്സ് ഉണ്ട്. അതൊന്ന് കണ്ടീഷനിങ് ആൻഡ് എനർജൈസിങ് എന്ന് പറയുമ്പോൾ രുദ്രാക്ഷം നമുക്ക് ആദ്യം കൈ കിട്ടുമ്പോൾ അതൊന്ന് ശുദ്ധീകരിക്കുക, പിന്നെ അമ്പലത്തിൽ കൊണ്ടുപോയി അതിനെ ഒന്ന് പൂജിച്ചെടുക്കുക. അതിൻ്റെ വിശദമായ ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് കാണുക, ആ ഒരു രീതി പാലിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, അമ്പലത്തിൽ കൊണ്ടുപോയി പൂജിച്ച് കഴിഞ്ഞ് ഒരു തിങ്കളാഴ്ച തൊട്ട് ധരിച്ച് വരുന്നതായിരിക്കും നല്ലത്. അമ്പലത്തിൽ പോവുക, എല്ലാ തിങ്കളാഴ്ചയിലും ശിവഭഗവാന്റെ അമ്പലത്തിൽ പോകാൻ ശ്രമിക്കുക. ഒരു തിങ്കളാഴ്ച തൊട്ട് രുദ്രാക്ഷം ധരിച്ച് തുടങ്ങുകയാണ്, അത് ധരിച്ചിട്ട് ജപിക്കുകയാണ് എങ്കിൽ അതിന് ഒന്നും കൂടെ ഫലമാണ്. ജപമാല ജപിക്കുന്ന രീതി ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതും നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട്. ആ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് കാണണം. ഇത്രയൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് ഇനി രുദ്രാക്ഷം നമ്മളെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ, രുദ്രാക്ഷം നമ്മളെ ഫിസിക്കലി, മെൻ്റലി, സ്പിരിച്വലി, പിന്നെ ഇമോഷണലി നമ്മളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. രുദ്രാക്ഷം ഇന്ന് ധരിച്ചു എന്ന് പറഞ്ഞാൽ നാളെ തന്നെ അതിൻ്റെ ഫലം കിട്ടണമെന്നില്ല. 40-41 ദിവസം വരെ എടുക്കും അതിൻ്റെ ഫലം ഒന്ന് അറിയാൻ. എന്നും നമ്മൾ രുദ്രാക്ഷം ധരിക്കാൻ ശ്രമിക്കുക. എന്നും അത് ധരിക്കുന്നതിലൂടെ നമ്മുടെ ഉള്ളിലെ നെഗറ്റീവ് എനർജിയെ പുറത്തു തള്ളി പോസിറ്റീവ് എനർജി നമ്മുടെ ഉള്ളിലോട്ട് കയറ്റുന്നതാണ്. ആദ്യം രുദ്രാക്ഷം ധരിക്കുമ്പോൾ നമ്മുടെ കൂടെയുള്ളവരും അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലെ ആ നെഗറ്റീവ് എനർജി നമ്മളോട് പറയും, രുദ്രാക്ഷം ധരിക്കാൻ പാടില്ല, ശുദ്ധി വേണം, പെണ്ണുങ്ങൾ ധരിക്കാൻ പാടില്ല എന്ന് പറയുമ്പോഴും നമുക്ക് ഇപ്പം ഏകദേശം ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ ഇതിൻ്റെ റൂൾസ് മനസ്സിലായി, എന്തൊക്കെ ചെയ്യണമെന്ന് മനസ്സിലായി. അപ്പം നിങ്ങൾക്ക് കാര്യങ്ങളിപ്പോൾ മനസ്സിലായ സ്ഥിതിക്ക് ഇനിയും രുദ്രാക്ഷം ഇടാൻ പാടില്ല എന്ന് പറയുന്നവരോട് ഈ കാര്യമൊന്നും നിങ്ങൾ പറയാം. ഈ കാര്യം ഒന്ന് ഡിസ്കസ് ചെയ്തതിന് ശേഷം നിങ്ങൾ ധരിച്ചു തുടങ്ങുക. അത് അവരുടെ ഉള്ളിലെ നെഗറ്റീവ് എനർജിയും നമ്മുടെ ഉള്ളിലെ നെഗറ്റീവ് എനർജിയാണ് നമ്മളോട് പറയുന്നത് ഇടാൻ പാടില്ല എന്ന്. അഥവാ രുദ്രാക്ഷം ഇട്ട് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഇടുന്നത് ഈ ജപമാലയുടെ ഒരു വേർഷനാണ്. ഈ ഒരു മാല ഞാൻ എന്നും ഇടാറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു മാലയാണോ നിങ്ങൾ ധരിക്കുന്നതെങ്കിൽ ആദ്യത്തെ ദിവസം നിങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടണം എന്നൊന്നുമില്ല. പക്ഷേ നമ്മുടെ ഉള്ളിലെ ആ ഒരു, പിന്നെ കാരണവന്മാർ പറഞ്ഞു തന്ന കുറേ കാര്യങ്ങൾ, ധരിക്കാൻ പാടില്ല, അങ്ങനെയാണ്, ശുദ്ധിയാണ് എന്നൊക്കെ കുറേ ചിന്തകൾ നമ്മളെ അലട്ടും. ഈ ചിന്തകൾ വെച്ചിട്ട് വേണം നമ്മൾ ഈ രുദ്രാക്ഷമാല ധരിക്കാൻ. ആദ്യത്തെ ദിവസം ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടൊക്കെ അനുഭവപ്പെടാം എന്ന് കരുതി നമ്മൾ ഊരി വെക്കാനോ മാറ്റി വെക്കാനോ പാടില്ല. 1-2 മണിക്കൂർ അത് ഇരിക്കട്ടെ. നമ്മളൊന്ന് കോൺഷ്യസ് ആയാൽ മതി. ടോയ്ലറ്റിൽ പോകുമ്പോൾ ഒന്ന് ഊരി നല്ല ശുദ്ധിയുള്ള സ്ഥലത്ത് അത് മാറ്റി വെച്ചിട്ട് പിന്നെ അത് തിരിച്ചിടാനും നമ്മളൊന്ന് കോൺഷ്യസ് ആയാൽ മതി. പിന്നെ രുദ്രാക്ഷം ധരിക്കുന്നതിലൂടെ സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും ജീവിതത്തിൽ ഒരു ഡിസിപ്ലിൻ വരും. കാരണം നമ്മൾ ഒന്നും കൂടെ ഒന്ന് റെസ്പോൺസിബിൾ ആവും. നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു കോൺഷ്യസ് ആവും. ഈ മാലയ്ക്ക് നമ്മൾ കുറച്ചും കൂടെ ഒന്ന് ബഹുമാനം കൊടുക്കും, കുറച്ചും കൂടെ ഒന്ന് സ്നേഹിക്കും. പിന്നെ ഇത് നമ്മുടെ ഉള്ളിൽ ചെയ്യുന്ന ആ ഒരു എനർജി ട്രാൻസ്ഫോർമേഷൻ, നെഗറ്റീവ് എനർജി എല്ലാം പുറത്ത് കളഞ്ഞ് പോസിറ്റീവ് എനർജി ഒക്കെ തരും. ഇടയ്ക്ക് നമ്മൾ അമ്പലത്തിൽ പോകാൻ ശ്രമിക്കും, രുദ്രാക്ഷത്തെക്കുറിച്ച് പറയും. നമ്മൾ രുദ്രാക്ഷം ഇട്ട് പുറത്തു പോകുമ്പോൾ ആൾക്കാർ നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾ രുദ്രാക്ഷത്തെക്കുറിച്ച് ഇങ്ങനെ പറയും. അത് പറഞ്ഞതിലൂടെ ഭഗവാന്റെ പ്രീതിയും നമ്മൾ നേടുകയാണ്. ശിവഭഗവാന്റെ മാത്രമല്ല പാർവതി ദേവിയുടെയും പ്രീതി നമ്മൾ നേടുകയാണ്. അപ്പോൾ കല്യാണം കഴിച്ച സ്ത്രീക്കും പുരുഷനും, ഭാര്യയ്ക്കും ഭർത്താവിനും രുദ്രാക്ഷം ഇടാം. അതിലൂടെ നിങ്ങളുടെ വീട്ടിൽ വരുന്നത് ശിവഭഗവാന്റെയും പാർവതി ദേവിയുടെയും അനുഗ്രഹങ്ങളാണ് എന്നും കൂടെ നിങ്ങൾ ചിന്തിക്കണം. അങ്ങനെ നിങ്ങൾ ചെയ്തു വരുമ്പോഴത്തേക്കും വീട്ടിലെ മറ്റു പലരും ഇതിനോട് യോജിക്കും. ആരും നിങ്ങൾ ചെയ്തത് തെറ്റാണ് എന്ന് പറയില്ല. പിന്നെ നിങ്ങളിലൂടെ നിങ്ങളുടെ കൂട്ടുകാരും നിങ്ങളുടെ വീട്ടിലെ മറ്റ് അംഗങ്ങളും ഇത് ധരിക്കാൻ ശ്രമിക്കും. നിങ്ങളിലൂടെ അവരുടെ ജീവിതവും മാറും, നിങ്ങളുടെ ജീവിതം നല്ല രീതിയിൽ മാറും. ഇപ്പോൾ രുദ്രാക്ഷമാല എപ്പോഴൊക്കെ ഇടാം, എങ്ങനെയൊക്കെ ഇടാം എന്നൊക്കെയാണ് ഇനി മറ്റുള്ളൊരു സംശയം. അപ്പം രുദ്രാക്ഷമാല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാവിലെ കുളി കഴിഞ്ഞ് പൂജാമുറിയിൽ വിളക്ക് കൊളുത്തുമ്പോൾ
രുദ്രാക്ഷമാല ഇടാം. അത് കഴിഞ്ഞിട്ട് അമ്പലത്തിൽ പോവാൻ സാധിക്കുകയാണെങ്കിൽ അത് അത്രയും നല്ലത്. വിഭൂതിയൊക്കെ തൊടുകയാണെങ്കിൽ അത് അത്രയും നല്ലത്. ഇപ്പോൾ വൈകുന്നേരമാണ് സമയം കിട്ടുന്നത്, മാല ഇട്ട് വൈകുന്നേരമാണ് അമ്പലത്തിൽ പോകാൻ സമയം കിട്ടുന്നതെങ്കിൽ തീർച്ചയായിട്ടും പോകണം. എല്ലാ തിങ്കളാഴ്ചയും പോകാൻ നിങ്ങൾക്ക് സമയം കിട്ടുവാണെങ്കിൽ, ശിവഭഗവാന്റെ ക്ഷേത്രത്തിൽ പോകാൻ സമയം കിട്ടുവാണെങ്കിൽ അത് അത്രയും നല്ലത്. പിന്നെ ജോലിക്ക് പോകുമ്പോഴും, നിങ്ങളിപ്പോൾ ജോലിക്ക് പോകുന്ന ആളാണ്, പുറത്ത് ജോലിക്ക് പോകുന്ന ആളാണ് എങ്കിലും ഇടാം. എബ്രോഡാണ് താമസിക്കണേ എങ്കിൽ രുദ്രാക്ഷമാല തീർച്ചയായിട്ടും ഇടാം. അത് നിങ്ങൾ ഓറയെ ഒന്നും കൂടെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യും. പിന്നെ എന്തെങ്കിലും അമ്പലങ്ങളിൽ മാത്രമല്ല, ഇപ്പോൾ കല്യാണമോ അങ്ങനെ എന്തെങ്കിലും പരിപാടിക്ക് പോവുകയാണെങ്കിൽ, ഒരു ഫംഗ്ഷൻ പോവുകയാണെങ്കിലും രുദ്രാക്ഷമാല ഇടാം. ആരുടെങ്കിലും വീട്ടിൽ പൂജയ്ക്ക് വിളിച്ചു, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊരു പൂജയുണ്ട് എങ്കിൽ രുദ്രാക്ഷമാല ഇടാം. അപ്പോൾ രുദ്രാക്ഷമാല ഇടാൻ കുറേ സാഹചര്യങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ ആ സാഹചര്യങ്ങളെല്ലാം കണ്ടെത്തി രുദ്രാക്ഷം എപ്പോഴൊക്കെ നമുക്ക് ധരിക്കാൻ പറ്റുമോ ആ സാഹചര്യങ്ങളെല്ലാം നമ്മൾ നല്ലോണം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്നും കൂടെ ഞാൻ പറയാണ്, രുദ്രാക്ഷം ധരിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. അതിൻ്റെ റൂൾസ് ഒന്നും കൂടെ ഒന്ന് കോൺഷ്യസ് ആയിട്ടൊന്ന് ഫോളോ ചെയ്യുക. നമ്മുടെ രുദ്രാക്ഷം വേറൊരാൾക്ക് കൊടുക്കാനോ വേറൊരാൾ യൂസ് ചെയ്യാനോ പാടില്ല. അത് നമ്മുടെ മാല ആയിക്കോട്ടെ, ബ്രേസ്ലെറ്റ് ആയിക്കോട്ടെ, നമ്മുടെ ജപിക്കുന്ന മാല ആയിക്കോട്ടെ, നമ്മുടെ ജപമാല ആയിക്കോട്ടെ. അതുപോലെ മറ്റൊരാളുടെ ജപമാല നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. മറ്റൊരാളുടെ മാലയോ ബ്രേസ്ലെറ്റോ നമ്മളും യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ട് അത്രയും രുദ്രാക്ഷമാലയും രുദ്രാക്ഷം വേണം. അത് ഒരുമിച്ച് വെക്കാനും പാടില്ല. എല്ലാവർക്കും സെപ്പറേറ്റ് ബോക്സസ് വേണം. പൂജാമുറിയിലോ ശുദ്ധമായ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങൾ സൂക്ഷിച്ച് വെക്കുക. പിന്നെ ഇടാൻ പാടില്ലാത്ത സാഹചര്യവും ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കോൺഷ്യസ് ആയിട്ട് ഫോളോ ചെയ്യുക. പിന്നെ പീരീഡ്സ് വരുമ്പോഴും എന്താ ചെയ്യേണ്ടതെന്നും ഞാൻ വിശദമായി പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനിയും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റ്സ് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ നല്ല ജപമാലയും നല്ല ഒറിജിനൽ രുദ്രാക്ഷം വേണം എങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. ഞങ്ങളുടെ കയ്യിൽ 3 മുഖി തൊട്ട് 7 മുഖി വരെയുള്ള രുദ്രാക്ഷം ഇപ്പോൾ ഉണ്ട്, അവൈലബിൾ ആണ്. സരസ്വതി കവചുണ്ട്, വാട്ടർ തെറാപ്പിക്ക് പറ്റിയ രുദ്രാക്ഷമുണ്ട്, ജപമാലയുണ്ട്. എല്ലാം ഒറിജിനലാണ്, നേപ്പാളി രുദ്രാക്ഷമാണ്. എല്ലാവർക്കും രുദ്രാക്ഷം ധരിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.